ഹലോ ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ കേരള PSCയുടെ 2017 നടന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പോർഷന് ഓൾമോസ്റ്റ് 11 ക്വസ്റ്റ്യനോളം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which of the following flip-flop is best suited to be used as a latch? SR, JK, T, D. ഏതായിരിക്കും? എന്താ ഈ ലാച്ചും ഫ്ലിപ്പ് ഫ്ലോപ്പും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലെ തന്നെ 1 bit ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ആണ് ലാച്ച് എന്നറിയാം. അപ്പൊ എവിടെയാ ഡിഫറൻസ് വരുന്നേ? ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താ ചെയ്യുന്നേ? ഇൻപുട്ട് ചെക്ക് ചെയ്യും, എന്നിട്ട് എപ്പോഴാ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നേ? ക്ലോക്ക് സിഗ്നൽ ഡിഫൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെ? പക്ഷെ ലാച്ച് എന്താ ചെയ്യുന്നത്? ലാച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇൻപുട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് ഇൻപുട്ട് ചേഞ്ച് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ റെസ്പോൺസ് ഔട്ട്പുട്ടിൽ കാണിക്കും, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ലാച്ച് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വിത്തൗട്ട് എ ക്ലോക്ക് ആണ്. ഓക്കെ, സോ ലാച്ച് യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിത്തൗട്ട് ക്ലോക്ക്. ഇവിടെ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ലാച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ലാച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാണ്? സോ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഏറ്റവും സിമ്പിൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, അല്ലെ? എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെയാണ് ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോ പ്രെഡിക്റ്റബിൾ ബിഹേവിയർ ആണ്. ഔട്ട്പുട്ട് സോൾലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതിലാ? ഇൻപുട്ടിലാണ്. പിന്നെ നമുക്കിപ്പോ SRന്റെ ഒക്കെ കേസ് എടുത്താൽ അറിയാം, അതിൽ അൺഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്. 1 കൊടുക്കുന്ന സമയത്ത്, 2 ഇൻപുട്ടും 1 കൊടുക്കുന്ന സമയത്ത് അൺഡിഫൈൻഡ് സ്റ്റേറ്റ് ഉണ്ട്. അതുപോലത്തെ സ്റ്റേറ്റ് ഒന്നും ഇതിലില്ല, നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലില്ല. പിന്നെ സിങ്ക്രണസ് ആണ്. എപ്പോഴും നമുക്കറിയാം ലാച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡിസൈറബിൾ ആയിട്ടുള്ളത് സിങ്ക്രണസ് ആണ്. അപ്പൊ ഡി എന്ന് പറയുന്നത് സിങ്ക്രണസ് ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഡി ആണ് ലാച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളതെന്ന് പറയാം. ഓക്കെ, പിന്നെ ഒരു റീസണും കൂടെ പറയാൻ പറ്റുന്നത്, നമുക്ക് ക്ലോക്ക് പൾസിന്റെ സമയത്ത്, ഓരോ ക്ലോക്ക് പൾസിന്റെ സമയത്ത് എന്ത് വരും? ഈ ഡാറ്റ ചേഞ്ച് വരുന്നുണ്ട്, അല്ലെ? ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പില്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ക്ലോക്ക് പൾസിന്റെ സമയത്തുള്ള ഓവർ റൈറ്റിംഗ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും ഒരു കാരണമാണ്. ഈ എല്ലാ റീസൺസും കാരണമാണ് നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ലാച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയുന്നത്. സോ here the answer is option D. Question number 2. Which of the following is a volatile memory? RAM, ROM, DVD, CD-ROM. സോ നമ്മൾ ഈ പോർഷൻ, മെമ്മറിയുടെ പോർഷൻ പറഞ്ഞിരുന്നു, മെമ്മറി എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. വോളറ്റൈലും ഉണ്ട്, നോൺ വോളറ്റൈലും ഉണ്ട്, അല്ലെ? പവർ ഓഫ് ആയാലും ഡാറ്റ റീറ്റെയിൻ ചെയ്യാത്തതാണ് വോളറ്റൈൽ. റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ വോളറ്റൈൽ ആണ്. നമുക്കറിയാം റാം എന്ന് പറയുന്നത് എന്താ? അതൊരു വോളറ്റൈൽ മെമ്മറി ആണ്, അല്ലെ? സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ: വാട്ട് ഹാർഡ്വെയർ വാസ് യൂസ്ഡ് ബൈ ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്? ട്രാൻസിസ്റ്റർ, വാൽവ്സ്, IC, VLSI. ഏതായിരിക്കും? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന വാക്വം ട്യൂബ്സ് അല്ലെ വാൽവ്സ് ആണ്, അല്ലെ? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ബി ആണ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ കൂടെ നോക്കാം. ട്രാൻസിസ്റ്റർ എവിടെയാ യൂസ് ചെയ്യുന്നത്? ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലാണ്. ഓക്കെ, ഇനി ICs, അതായത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടും അതുപോലെ തന്നെ സെമി കണ്ടക്ടർ മെമ്മറീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. ഓക്കെ, ഇനി VLSI എന്ന് പറയുന്നത് എന്താ? വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആണ്, അല്ലെ? അപ്പോ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷനും വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷനും യൂസ് ചെയ്യുന്നത് 4th ജനറേഷനിലാണ്. ഇനി വേറെ ഒന്നുണ്ട്, അതിനെ ULSI എന്ന് പറയും, അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ അതേപോലെ മൈക്രോ പ്രോസസർ ഒക്കെ യൂസ് ചെയ്യുന്നത് എവിടെയാ? നമുക്ക് 5th ജനറേഷനിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി. Fourth question: a step-by-step procedure used to solve a problem is called system software, algorithm, application program, function. നമുക്കറിയാം ഇത് അൽഗോരിതം ആണ്, അല്ലെ? അൽഗോരിതം എന്ന് പറയുന്നത് എന്താ? ഏതൊരു പ്രോബ്ലവും
പ്രോഗ്രാമത്തിന്റെ സൊല്യൂഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആ സൊല്യൂഷന് മുന്നേ നമ്മൾ അതിനെ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ എന്ത് എഴുതും? ആ സൊല്യൂഷന്റെ ഒരു ഇൻഫോർമൽ ഡിസ്ക്രിപ്ഷൻ എഴുതും അല്ലെ? ആ ഇൻഫോർമൽ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. ഈ അൽഗോരിതം നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നുകിൽ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ സ്യൂഡോ കോഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലെ? ഫ്ലോ ചാർട്ട് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് ഒരു കോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. നമ്മൾ അതിന്റെ ഡിഫറൻസസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബാക്കിയുള്ള ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ്. സിസ്റ്റം, സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ, പ്രോഗ്രാം, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഒക്ടൽ ഇക്വലന്റ് ഓഫ് 3DFS. ഇവിടെ നമ്മളോട് ഒക്ടൽ ഇക്വലന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഈ 3DF എന്ന് പറയുന്നത് ഇപ്പൊ ഇതിലാ ഹെക്സാഡെസിമൽ ഫോമിലാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ആ ഹെക്സാഡെസിമൽ ഫോമിലുള്ളതിനെ ബൈനറി റെപ്രസെന്റേഷൻ നമ്മൾ എഴുതും. ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? ഓരോ ബിറ്റിനെയും ഓരോ നമ്പറിനെയും 4 ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അല്ലെ? 3യുടെ 4 ബിറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 0011 ആണ്. ഡിയുടെ 4 ബിറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 1101 ആണ്. എഫിന്റെ 4 ബിറ്റ് റെപ്രസെന്റേഷൻ 1111 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിങ്ങനെ ആദ്യം ഒന്നിച്ച് എഴുതാം. എന്നിട്ട് നമുക്കിത് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? നമുക്ക് ഒക്ടൽ നമ്പറിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഒക്ടൽ എന്ന് പറയുന്നത് എങ്ങനെയാ? 3 ബിറ്റ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഞാൻ ഇതിനെന്ത് ചെയ്യും? ഇവിടുന്ന് തുടങ്ങിയിട്ട് 3 ബിറ്റ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ 3 ബിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിന്റെ എഴുതുക, അതിന്റെ ഡെസിമൽ വാല്യൂ എഴുതുക. 111 എന്ന് പറയുന്നത് 7 ആണ്. 011 എന്ന് പറയുന്നത് 3 ആണ്. പിന്നെയും 111 വന്നു, അത് 7 ആണ്. 001 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇതിന്റെ ഒക്ടൽ റെപ്രസെന്റേഷൻ എന്ത് വരും? 1737 വരും. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Question number 6. Dash is a collection of software routines used as an interface between user and computer. നമുക്ക് ഇതിന്റെ ആൻസർ അറിയാവുന്നതാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലെ? കമ്പൈലറും ഇന്റർപ്രറ്ററും എന്താ? കമ്പൈലറും ഇന്റർപ്രറ്ററും പ്രോഗ്രാം ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റുന്ന പ്രോഗ്രാം ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. കമ്പൈലർ ഇന്ന് ഒറ്റ സ്ട്രക്ചർ ചെയ്യും, ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈനിൽ ചെയ്യും അല്ലെ? എന്താ സ്പൂളർ എന്ന് പറയുന്നത്? സ്പൂളർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് അല്ലെങ്കിൽ പ്രോഗ്രാം ആണെന്ന് പറയാം. പ്രിന്റിംഗ് പ്രോസസ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലെ? അല്ലെങ്കിൽ പ്രിന്റിംഗ് പ്രോസസ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ ബഫറിംഗ്, ക്യൂയിങ്, അതേപോലെ ജോബ് ഷെഡ്യൂളിംഗ്, പ്രിന്റർ മാനേജ്മെന്റ്, ഇതൊക്കെ ആരുടെ ജോലിയാ? സ്പൂളറിന്റെ ജോലിയാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 7th question. The program which convert high-level language to machine-level language is called assembler, compiler, linker, loader. നമുക്ക് അതിന്റെ ആൻസർ ഇപ്പൊ നമ്മൾ പറഞ്ഞു, കമ്പൈലർ ആണ് ആൻസർ ആയിട്ട് വരിക. അസംബ്ലർ എന്താ ചെയ്യുന്നത്? അസംബ്ലർ അസംബ്ലി ലാംഗ്വേജിനെയാണ് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത്. ലോഡർ എന്ത് ചെയ്യും? ലോഡർ നമുക്ക് ഏതൊരു പ്രോഗ്രാമും റൺ ചെയ്യണമെങ്കിൽ അത് മെമ്മറിയിൽ ഉണ്ടാവണം അല്ലെ? അപ്പൊ മെമ്മറിയിലേക്ക് ഈ എക്സിക്യൂട്ടബിൾ ഫയൽസിനെയൊക്കെ നമ്മൾ ലോഡ് ചെയ്യുന്നത് ആരാ? ലോഡർ ആണ്. ലിങ്കർ എന്താ ചെയ്യുന്നത്? ലിങ്കർ മൾട്ടിപ്പിൾ ഒബ്ജക്ട് ഫയൽസിനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റും അല്ലെ? ഇപ്പം ഏതെങ്കിലും ഒരു പ്രോഗ്രാം വേറെ ഏതെങ്കിലും ഒരു ലൈബ്രറി, എക്സ്റ്റേണൽ ലൈബ്രറിയിലുള്ള ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ലിങ്കറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് ഫൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അത് ഏത് എക്സ്റ്റേണൽ ലൈബ്രറിയിൽ നിന്നാണോ യൂസ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് അതിന്റെ ഒബ്ജക്ട് കോഡ് ഈ പ്രോഗ്രാമിലേക്ക് ഫൈനൽ എക്സിക്യൂട്ടബിൾ ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ലിങ്കിങ് എക്സ്റ്റേണൽ ലൈബ്രറീസ് ഒക്കെ ആയിട്ട് ഉള്ള ലിങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ലിങ്കർ ആണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് ആര് വരും? ഓപ്ഷൻ ബി വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. Which of the following programming language was used for writing the popular operating system Unix? C++, Java, C, Pascal. ഏതായിരിക്കും? യുണിക്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കാം. സിയില് യുണിക്സ് അല്ലാതെ വേറെ ഏതൊക്കെയാ വരുന്നത്? യുണിക്സ് ഉണ്ട്, സോളാരിസ് ഉണ്ട്, പിന്നെ വിൻഡോസിന്റെ തന്നെ കോർ കമ്പോണൻസും അതുപോലെ കേർണൽസും
ഏതിലാണ് ഉള്ളത്? വിൻഡോസിന്റെ കോറ്, അതേപോലെ തന്നെ കോർ കമ്പോണൻസും കേർണലും ഒക്കെ സിയിലാണുള്ളത്, സി ലാംഗ്വേജിലാണ്. ഇനി C++ൽ എന്താ വരുന്നത്? C++ല് വിൻഡോസിന്റെ ഈ കോർ കമ്പോണൻസ് അല്ലാത്ത ഇതൊക്കെ നമ്മൾ എന്തിൽ വരും? C++ലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതർ ദാൻ കോർ. പിന്നെ ഏതാ വരുന്നേ? MacOS, QNX, അതേപോലെ തന്നെ സിംബിയൻ, ഇതൊക്കെ C++ലാണ്. ഇനി ജാവയില് നമുക്കറിയാം അല്ലെ, ആൻഡ്രോയിഡിന്റെ ചില കമ്പോണൻസ് ഏതിലുള്ളത്? ജാവയിലുള്ളത്. സം കമ്പോണൻസ് ഓഫ് ആൻഡ്രോയിഡ്. ഇനി പാസ്കൽ, പാമോയസ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. പാമോയസ്, പിന്നെ അതേപോലെ അമിഗോ OS എന്നുണ്ട്. അപ്പൊ അമിഗോ OSന്റെ ചില ഈ ഏർലി വേർഷൻസ് ഒക്കെ പാസ്കലാണ്. ഓക്കെ, ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ? സി. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആർ കോഡഡ് ഇൻ ഡെസിമൽ സിമ്പൽ, സോറി ഡിസിഷൻ സിമ്പൽ, IO സിമ്പൽ, പ്രോസസിംഗ് സിമ്പൽ, ടെർമിനൽ സിമ്പൽ. ഏതായിരിക്കും ആൻസർ? പ്രോസസിംഗ് സിമ്പൽ ആണ് അല്ലെ. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പ്രോസസിംഗ് സിമ്പൽ വെച്ചിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. Okay, so answer is option C. Question 10. A half byte is known as word, bit, nibble, half byte. എന്ത് പറയും? ഹാഫ് ബൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ് അല്ലെ. അപ്പൊ ഹാഫ് ബൈറ്റ് എന്ന് പറയുന്നത് 8/2 4 ബിറ്റ് ആയിരിക്കും. ഈ 4 ബിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? നിബിൾ എന്ന് പറയാ. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. Last question. Any method for controlling access to our use of memory is known as memory map, memory protection, memory management, memory instruction. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബാക്കിയുള്ള പ്രോസസ്സിന്, ഓരോ പ്രോസസ്സിനും അതിൻ്റെതായ ഒരു മെമ്മറി സ്പേസ് ഉണ്ട് അല്ലെ. അപ്പൊ ബാക്കിയുള്ള പ്രോസസ്സ് ഇപ്പൊ P1 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആണെങ്കിൽ ആ പ്രോസസ്സിന്റെ മെമ്മറി സ്പേസിനെ ബാക്കിയുള്ള പ്രോസസ്സ് ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ എനി മെത്തേഡ് ഫോർ കൺട്രോളിങ് ആക്സസ് ടു അവർ യൂസ് ഓഫ് മെമ്മറി ഈസ് നോൺ ആസ് മെമ്മറി പ്രൊട്ടക്ഷൻ. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് മെമ്മറി പ്രൊട്ടക്ഷൻ എന്നുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ആൻസർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ആ എക്സാംസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, താങ്ക് യു.